എല്ലാവർക്കും അറിയാം, അഖിൽ മാരാർ 2-3 ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ബിഗ് ബോസിനെ കുറിച്ചും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെക്കുറിച്ചും വളരെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് നടത്തിയത്. ഏഷ്യാനെറ്റ് എന്ന ചാനലിൻ്റെ തലപ്പത്തിരിക്കുന്ന 2 വ്യക്തികളാണ് ഈ ഷോയെ നിയന്ത്രിക്കുന്നതെന്നും വൃത്തികെട്ട രീതിയിൽ ചിത്രീകരിക്കുന്നതും. ബിഗ് ബോസ് എന്നത് നല്ലൊരു പ്രോഗ്രാമാണ്, പക്ഷേ ബിഗ് ബോസ് സീസൺ 6 വളരെ നാറിയൊരു സീസൺ ആണെന്നാണ് അഖിൽ മാരാരുടെ വാദം. കാരണം സീസൺ 6 മെയിനായിട്ട് കൈകാര്യം ചെയ്യുന്നത് ഈ 2 വ്യക്തികളാണ്. ആ 2 വ്യക്തികളുടെ പേര് കേൾക്കാൻ പ്രേക്ഷകർ കാതോർത്തിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ അഖിലിന് അവരുടെ പേര് പറയാൻ താല്പര്യമില്ല. ബിഗ് ബോസിൻ്റെ പിന്നിൽ പലതും നടക്കുന്നുണ്ട്. ഷെയർ മേടിച്ചുകൊണ്ട് ബിഗ് ബോസിൽ കണ്ടസ്റ്റൻസിനെ കയറ്റിവിടുന്നുണ്ട്. സിനിമയിൽ കാസ്റ്റിംഗ് കൗച്ച് നടക്കുന്നില്ലേ, അതുപോലെ ബിഗ് ബോസിലും ഈ 2 വ്യക്തികൾ കാസ്റ്റിംഗ് കൗച്ച് നടത്തുന്നുണ്ട്. ഇപ്പോൾ ഒരു എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂ അഖിൽ കൊടുത്തിരുന്നു ഹൈദറിൻ്റെ ചാനൽ. ഹൈദർ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് പേര് പറയിപ്പിക്കാൻ, പക്ഷേ അഖിൽ ഇപ്പോൾ അവരുടെ പേര് പറയില്ല എന്ന് തന്നെ, സമയമായിട്ടില്ല പേര് പറയാൻ എന്നതാണ്. എന്നാൽ ഇതിനെ പിന്തുണച്ചുകൊണ്ട് റോബിൻ രാധാകൃഷ്ണനും രംഗത്ത് വന്നിട്ടുണ്ട്. സീസൺ 4 കണ്ടസ്റ്റൻ്റാണ് റോബിന് ബിഗ് ബോസിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിരുന്നില്ല. റിയാസും റോബിനും തമ്മിൽ ഒരു ഫൈറ്റ് ഉണ്ടായപ്പോൾ റോബിൻ റിയാസിനെ ഫിസിക്കൽ അസോൾട്ട് ചെയ്തു എന്നും പറഞ്ഞ് ഷോയിൽ നിന്നും പുറത്താക്കി. ബിഗ് ബോസിനെ കുറിച്ച് റോബിനും പറയാനുള്ളത് ഇതൊക്കെ തന്നെയായിരുന്നു. ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയാൽ 1 ഇയർ കോൺട്രാക്റ്റ് ഉണ്ടാകും. അവർ പറയുന്നത് പോലെ ചെയ്യേണ്ടി വരും. അവർ പറയുന്ന സ്ഥലത്തേക്ക് പോകേണ്ടി വരും. അങ്ങനെയൊക്കെ റോബിൻ പറയുന്നു. ചിലതൊക്കെ ഞാൻ നിന്ന് കൊടുത്തിട്ടുണ്ട്, പക്ഷേ ചില കാര്യങ്ങളൊന്നും തീരെ അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഭീഷണിയുടെ സ്വരമായിരിക്കും അപ്പുറത്തുനിന്ന്. കൊല്ലും വെട്ടും എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയാണല്ലേ നടക്കുന്നത്. ഏഷ്യാനെറ്റ് എന്ന ചാനലിലെ ബിഗ് ബോസ് ഷോയുടെ പിന്നിൽ വലിയൊരു ഗുണ്ട മാഫിയ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അഖിൽ മാരാറിൻ്റെയും റോബിൻ രാധാകൃഷ്ണൻ്റെയും വെളിപ്പെടുത്തലുകൾ കൊണ്ട് ചിലപ്പോൾ ഇനി ഈ ഷോ തന്നെ നിന്ന് പോയേക്കാം. ഇനി സീസൺസ് വന്നാലും ഓപ്പർച്യൂണിറ്റി കിട്ടിയാലും എല്ലാവരും ഒന്ന് ഭയപ്പെടും ഷോയിൽ പങ്കെടുക്കാൻ. ഏഷ്യാനെറ്റിൻ്റെ തലപ്പത്ത് നിൽക്കുന്ന ആ 2 വ്യക്തികൾ എത്രയും പെട്ടെന്ന് തന്നെ അഖിൽ മാരാർ മീഡിയയിലും പ്രേക്ഷകരുടെ മുമ്പിലും കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കാം. For more videos, share and subscribe my channel.